വോട്ട് മോഷണം വ്യക്തമായതോടെ അത് നടത്തിയതാരായാലും അവരെ പൂട്ടിക്കെട്ടാൻ കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ഇതാ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അലന്ത് എന്ന മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വൻതോതിൽ വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയെന്ന ആരോപണമുയർന്നതോടെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ കളിയും വെളിച്ചത്ത് കൊണ്ടുവരാനാണ് സർക്കാർ നേരിട്ടിറങ്ങിയത്. രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്തൊരു കേസ് അത് വിജയിപ്പിക്കാൻ തന്നെയാണ് കർണാടക കോൺഗ്രസ് സർക്കാരിൻ്റെ തീരുമാനം. തെരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വോട്ടർമാരുടെ പേരുകൾ ഒഴിവാക്കിയെന്നും വോട്ടുകൊള്ള നടത്തുന്നവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സഹായിക്കുകയാണ് എന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് അന്വേഷണ സംഘത്തെ കർണാടക സർക്കാർ രൂപീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ആ അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നതും ഇനിയുള്ള അന്വേഷണവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് എതിരായിരിക്കും. അതായത് നരേന്ദ്രമോദിയും BJPയും നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇവിടെയെന്ന് പറയുന്നതിനിടയിൽ വലിയ വിശ്വാസ്യതയാണ് ചോർച്ചയുണ്ടായിരിക്കുന്നത്. അത് ശരിയാണെന്ന തരത്തിൽ അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയാൽ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. അതായത് 256 പോളിംഗ് സ്റ്റേഷനുകളിലായി 6670 വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായിട്ട് ആരോപിച്ച അലന്ത് MLA BR പട്ടീൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ 6018 വോട്ടർമാരെ നീക്കം ചെയ്യുന്നതിനായി അപേക്ഷകൾ സമർപ്പിച്ചിരുന്നതായും അതിൽ 20 എണ്ണം മാത്രമേ സാധുതയുള്ളതും നിയമപരമായി നടപടി സ്വീകരിച്ചിട്ടുള്ളത് എന്നും സർക്കാർ പുറത്തുവിട്ട ഉത്തരവിൽ വ്യക്തമായി പറയുന്നു. ബാക്കിയുള്ള 5994 അപേക്ഷകൾ വോട്ടർമാരുടെ അറിവില്ലാതെ വ്യത്യസ്ത മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് സമർപ്പിച്ചതാണെന്നും ഇത് ഒരു വലിയ മോഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തട്ടിപ്പിന് വേണ്ടി ഉപയോഗിച്ചതാണ് എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നു. അത് രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി മീഡിയയ്ക്ക് മുന്നിൽ പറഞ്ഞതാണ്. ആ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളുടെയും ചുമതലയും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ കർണാടകത്തിലെ തന്നെ ഇതിനു മുൻപ് മഹാദേവപുര മണ്ഡലത്തിലുണ്ടായ വോട്ട് മോഷണവും വലിയ ഗുരുതരമാണ്. അത് പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് നടന്നത്. അതിൽ വോട്ട് ഇരട്ടിപ്പിച്ചു എന്നും വെറും 80,000 വോട്ടിന് മുന്നിലുണ്ടായിരുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വോട്ടെണ്ണിക്കഴിഞ്ഞപ്പോഴേക്കും 34,000 വോട്ടിന് തോറ്റു എന്നും പറയുന്നത് അത് വോട്ട് ഇരട്ടിപ്പിച്ചതും പ്രത്യേക മണ്ഡലത്തിൽ BJP അവർക്കായി വോട്ടു ചേർത്തതുമാണ്. എന്നാൽ ഇത് വോട്ട് തള്ളിച്ചതാണ്. അങ്ങനെ വ്യക്തമായ കാരണങ്ങളില്ലാതെ അപേക്ഷ സമർപ്പിക്കാതെ വോട്ടു തള്ളിച്ചതിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അതിന് വിധേയരായവരെ അവിടെ കൊണ്ടുവന്ന് പത്രക്കാരുടെ മുന്നിൽ കാണിച്ചതുമാണ്. അങ്ങനെ വളരെ വ്യക്തമായി തെളിവുകൾ വിട്ട ഒരു സാഹചര്യത്തിൽ അത് ഏത് വിധേനയും അന്വേഷിച്ച് തെളിവുകൾ കണ്ടെത്തി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും എതിരെയുള്ള വലിയൊരു ആയുധമായി മാറ്റാനും ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയെല്ലാം പല മണ്ഡലങ്ങളിലായി കണ്ടെത്തിയ തെളിവുകളെല്ലാം അവസാനം എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസി മണ്ഡലത്തിലാണ് എന്നുള്ളതിൻ്റെ സൂചനകളും വരുന്നു. അതാണ് ഹൈഡ്രജൻ ബോംബ് എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി സൂക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും കർണാടകത്തിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെയുള്ള ഒരു പരാതിയാണ്. ഏതറ്റം വരെ പോയും അതിൻ്റെ തെളിവുകൾ കണ്ടെത്താനും അതിൽ ശിക്ഷ നേടിക്കൊടുക്കാനും കർണാടക ശ്രമിക്കുമെന്ന് ഉറപ്പായതോടെ BJP സർക്കാരിൻ്റെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും പണി പാളി എന്നുള്ളതിൻ്റെ സൂചനകളും പുറത്തു വരുന്നു.